ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പിംഗ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ യൂട്യൂബ് വീഡിയോസിൽ കുറേ ആൾക്കാർ കണക്റ്റഡ് ആവും ആൻഡ് അതിൽ നിങ്ങളുടെ മെസ്സേജ് പുറത്തു വരണം വെച്ചാൽ എനർജി ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഈ 3 കാര്യങ്ങൾ ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഡിസംബർ എനർജി 9 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിൻ്റെ ചാലഞ്ച് നിങ്ങൾക്ക് 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ആണ് നൈറ്റ് ഓഫ് സോഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് ഓവറോൾ എനർജി നിങ്ങളുടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പേഴ്സൺ കുറെ എഫേർട്ട് ഇടണ മാതിരി ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫോക്കസ് ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ കരിയർ ആയിരിക്കാം. നിങ്ങൾ അതിലാണ് നിങ്ങളുടെ മുഴുവൻ എഫേർട്ട് ഇടണത്. റിലേഷൻഷിപ്പ് ആണെച്ചാലും നിങ്ങളുടെ ഫോക്കസ് അത് മാത്രമാണ് പറഞ്ഞാൽ, വേറെ ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യണില്ല. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ ജോലി ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഓരൽസ് ഒരു പുതിയ ബിസിനസ് ആയിരിക്കാം. ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഒരു സ്റ്റേബിൾ എനർജിയാണ്. പറഞ്ഞാൽ ഇത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഈ മാസത്തിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല സമയമാണ്, കുറെ അബണ്ടൻസ് വരണ സമയമാണ്. ഓക്കെ, അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ കാണുന്നത്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ നിങ്ങൾക്ക് കുറെ 3s ഉണ്ട്. 3 ഓഫ് കപ്പ്, 3 ഓഫ് പെൻറ്റിക്കിൾസ്. നമ്പർ 3 കുറെ സിഗ്നിഫിക്കൻ്റ് ആണ് നിങ്ങൾക്ക് ഈ മാസം. അപ്പൊ ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് 5 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊരു നെഗറ്റിവിറ്റിയാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ ജോലിയിലായിരിക്കും, ഓർ എൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും. നിങ്ങൾ എന്തോ വിട്ടിട്ട് മുമ്പോട്ടാണ് പോണത്. എന്നുവെച്ചാൽ ഇത് കുറെ ഒരു നെഗറ്റീവ് എനർജിയാണ്, കുറെ ഗോസിപ്പ്, കുറെ സാബോട്ടാജിന്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആവാം ഇത്. റിലേഷൻഷിപ്പിൽ ഗോസിപ്പിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെ ഇടയ്ക്ക് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അങ്ങനത്തെ ഒരു എനർജിയും ആവാം. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറെ സ്ട്രെസ്ഡ് ആണ്. ഇതിന്റെ കാരണം എന്നുവെച്ചാൽ ഇത് കുറെ ഒരു സ്ട്രെസ്ഫുൾ എനർജി ആണ്. ഈ 5 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്, ഒരു സാബോട്ടാജിന്റെ എനർജി ആയതുകൊണ്ട് നിങ്ങളും കുറെ സ്ട്രെസ് ആണ്. നിങ്ങളുടെ മനസ്സിൽ കുറെ സ്ട്രെസ് ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് 9 ഓഫ് സോഡ്സ്. അപ്പോൾ ഈ 9 ഓഫ് സോഡ്സ് എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. 9 ഓഫ് സോഡ്സ് എന്താണ്? 8 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ റിലേഷൻഷിപ്പിനെ വിടാനുള്ള പ്ലാൻ ആണ് നിങ്ങളുടെ, ഓറൽസ് നിങ്ങളുടെ ജോലി വിടാനുള്ള പ്ലാൻ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു ലോസ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു റിജക്റ്റഡ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ.
എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ കുറെ ഒരു ടോക്സിക് സിറ്റുവേഷൻ ആവാൻ തുടങ്ങിയിരിക്കണു. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നെഗറ്റിവിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലവർക്ക് ഇത് ജോലിയുടെ കാര്യമായിരിക്കാം. ക്വീൻ ഓഫ് സോൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറെ ക്ലാരിറ്റിയുടെ കൂടെ മുമ്പോട്ട് പോണു, കുറെ ഡിസിഷൻസും ക്ലിയർ ആയിട്ട് എടുക്കണു. മുമ്പേ നിങ്ങൾക്ക് കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു, അത് ഇതിങ്ങനെ ആയിപ്പോയി എന്ന്. പക്ഷെ ഇപ്പോൾ അതും ഇല്ല. പറഞ്ഞ ഫ്യൂച്ചറിൽ പോകുമ്പോൾ നിങ്ങൾ കുറെ കൂടിയും ഒരു ക്ലാരിറ്റി ഉണ്ട് മനസ്സിൽ. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ഫ്യൂച്ചറിൽ. മേ ബി ഈ കിങ് ഓഫ് കപ്സ് ഒരു പുതിയ റൊമാൻറ്റിക് പാർട്ട്ണർ ആയിരിക്കാം, ഓർ എൽസ് ഒരു ബിസിനസ് പാർട്ട്ണർ, ഓർ ജോലിയുടെ എന്തെങ്കിലും ഒരു പുതിയ ഓഫർ തരണ പേഴ്സൺ ആയിരിക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോണത് ഫ്യൂച്ചറിൽ. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിലെ 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ഫ്രണ്ട്ഷിപ്പിലാണ് ഇത്രയും നെഗറ്റിവിറ്റി നിങ്ങൾ ഡീൽ ചെയ്യണ്ടതിനെ. അപ്പൊ നിങ്ങൾ ഒരു പോസിറ്റീവ് ആവാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഈ മാസം. എന്നുവെച്ചാൽ എല്ലാം ഒരു നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു ലോസ് ഓഫ് ഹോപ്പ്, ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ഒന്നുമില്ല മാതിരി ഒരു എനർജി, ഒരു ലോ ആയ എനർജി. പേജ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. കമ്മ്യൂണിക്കേഷനിലും കുറെ ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്, എസ്പെഷ്യലി റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഒന്നും പേടിക്കാനില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. അതൊരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഈ ക്ലാഷ്, ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് അതൊരു ടെമ്പററി ഫേസ് ആണ്. നിങ്ങൾ വെരി സൂൺ എന്തോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഈ ഡിഫിക്കൾട്ട് സമയം വെരി സൂൺ പോവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് കുറെ അബണ്ടൻസ് ആണ്. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക. നൈറ്റ് ഓഫ് സോഡ്സ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ വെരി ക്വിക്ലി വരുന്നുണ്ട്. പറഞ്ഞ ഇത് സ്പീഡിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇത് അത്ര സമയം എടുക്കില്ല, ഈ ഓപ്പർച്യൂണിറ്റിക്ക് വരാൻ സമയം എടുക്കില്ല. ഓരൽസ് ഈ പേഴ്സണിന് നിങ്ങളുടെ ലൈഫിൽ വരാൻ സമയം എടുക്കില്ല. ഇത് വെരി സൂൺ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരണത് കാണും. ഓക്കെ, അപ്പൊ ഈ നൈറ്റ് ഓഫ് സോഡ്സ് എന്താണ്? 10 ഓഫ് വാൻസ്. നിങ്ങളുടെ ഈ ഡിഫിക്കൽട്ട് ഫേസ് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോ വേഗം ഒരു എൻഡിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട് ആ ഫേസിൽ. ആൻഡ് ഇത് 6 ഓഫ് പെന്റിക്കിൾസ് ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ആ സിറ്റുവേഷനിൽ ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു സൊല്യൂഷൻ ഇല്ലാച്ചാൽ ഒരു ഹെൽപ്പ് കിട്ടും. ഫ്രണ്ടിന്റെ അടുത്തുനിന്നോ ഇല്ലാച്ചാൽ ഫാമിലിയുടെ അടുത്തുനിന്നോ ഇല്ലാച്ചാൽ എന്തെങ്കിലും ഒരു സഡൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പ് എവിടുന്നോ നിങ്ങൾക്ക് ആ ഹെൽപ്പ് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. ഔട്ട്കം ഡിസംബർ മാസത്തിന്റെ 4 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ 4 ഓഫ് സോഡ്സ് ഔട്ട്കം ഒരു ബ്രേക്കിന്റെ എനർജിയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ആരുടെയോ അടുത്തുനിന്ന് ബ്രേക്ക് എടുക്കണു. ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓർ എൽസ് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. അപ്പോ ഇത് വരുമ്പോ കുറച്ച് സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഇതിനെ ഇഗ്നോർ ചെയ്യും, ഇല്ലാച്ചാൽ ഈ ന്യൂ ബിഗിനിങ്ങിനെ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പോ ഇത് സെൽഫ് സാബോട്ടാജിങ് എനർജിയും ആവാം. അതല്ലച്ചാ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ അടുത്ത് ഉള്ള ആൾക്കാർ എന്താ പറയണേ, എങ്ങനെയാ അവർ ബിഹേവ് ചെയ്യണത്. ഇതൊരു പാർട്ട്ണർഷിപ്പാണ് വെച്ചാൽ മേ ബി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് വെച്ചാൽ അത് ക്ലാരിഫൈ ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു ബിട്രയൽ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും, ഓരൽസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും ബാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയും, ഇത് മനസ്സിലാവും. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും ഇത് എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ തോട്ട്. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യത്തിൽ കുറച്ചൊരു ചെക്ക് വെക്കുക. എന്നുവെച്ചാൽ എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയാണ്ട് എന്തോ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? സോൾ ഗ്രൂപ്പ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ റീകണക്ട് വിത്ത് യുവർ സോൾ ഗ്രൂപ്പ്. റെഡ് കളർ, റെഡ് ഇവിടെ നിങ്ങൾക്ക് വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. ഇമോഷൻസ്, ഹീലിംഗ്, ഡിവോഷൻ ഇൻറ്റഗ്രേറ്റഡ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കണ വെച്ചാൽ അതിൽ ഹീലിംഗ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോൾ ഗ്രൂപ്പ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ സോൾ ഗ്രൂപ്പ്സ് റീയൂണിയൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സോൾ മേറ്റിനെ മീറ്റ് ചെയ്യണ സൈൻ ആണ്. ആൻഡ് നിങ്ങളുടെ
നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോലെ ആൾക്കാർ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം യുവർ ഡിസയേഴ്സ് ആർ വിതിൻ റീച്ച്. അപ്പോൾ അഗൈൻ ഫെയ്ത്ത് വെക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കാപ്രിക്കോൺ ഉണ്ട്, അക്വേരിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്, ആൻഡ് ഏരീസ് ഇവിടെ കാണാണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.